ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നത്തെ മത്സരത്തിൽ പ്രതീക്ഷിച്ച പോലെ തിളങ്ങാൻ സാധിക്കാതെ പോയ താരമാണ് റാഫീഞ്ഞ. ഡിഫൻസിനെ അദ്ദേഹം നല്ല രൂപത്തിൽ സഹായിച്ചിട്ടുണ്ട്, നല്ല രൂപത്തിൽ പ്രസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ മുന്നേറ്റത്തിൽ യാതൊരുവിധ ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ റാഫീഞ്ഞക്ക് സാധിച്ചിരുന്നില്ല. അതിന്റെ പേരിൽ അദ്ദേഹത്തിന് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്നുണ്ട്. മാത്രമല്ല, കാർലോ ആഞ്ചലോട്ടി എൻറിക്കിനെ ഈ മത്സരത്തിൽ ഉപയോഗപ്പെടുത്തിയിരുന്നില്ല. സമീപകാലത്ത് ബ്രസീലിയൻ ടീമിന് വേണ്ടി മികച്ച പ്രകടനം നടത്തുന്ന താരമാണ് എൻറിക്ക്. പകരക്കാരന്റെ രൂപത്തിൽ പോലും അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താൻ കാർലോ ആഞ്ചലോട്ടി തയ്യാറായിരുന്നില്ല. ഈ വിഷയത്തിൽ ബ്രസീലിയൻ മാധ്യമമായ UOLന്റെ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ വിനി കസഗ്രാന്റെ വലിയ വിമർശനങ്ങളാണ് ആഞ്ചലോട്ടിക്ക് നേരെ ഉന്നയിച്ചിട്ടുള്ളത്. റാഫീഞ്ഞയെ 90 മിനിറ്റും കളിപ്പിക്കാൻ പാടില്ലായിരുന്നു, എൻറിക്കിനെ കൊണ്ടുവരണമായിരുന്നു എന്നൊക്കെയാണ് വിനി കസഗ്രാന്റെ പറഞ്ഞിട്ടുള്ളത്. കാർലോ ആഞ്ചലോട്ടിയെ രൂക്ഷമായി വിമർശിക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: 90 മിനിറ്റാണ് ആഞ്ചലോട്ടി റാഫീഞ്ഞയെ കളിപ്പിച്ചത്. ഒരൊറ്റ ബോൾ പോലും കൺട്രോൾ ചെയ്യാൻ റാഫീഞ്ഞയ്ക്ക് കഴിഞ്ഞിട്ടില്ല. നല്ലൊരു പാസ് നൽകാനോ നല്ലൊരു ഷോട്ട് എടുക്കാനോ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. എല്ലാ 50-50 ചാലഞ്ചുകളിലും അദ്ദേഹം പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ആഞ്ചലോട്ടി സെക്കൻഡ് ഹാഫ് മുഴുവനും എൻറിക്കിനെ കൊണ്ട് വാമപ്പ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് ഒരൊറ്റ മിനിറ്റ് പോലും അദ്ദേഹത്തിന് നൽകിയില്ല. കഴിഞ്ഞ മത്സരത്തിൽ വിജയ ഗോൾ നേടിയ താരമാണ് എൻറിക്ക്. എന്നിട്ട് പോലും അവനെ കളിപ്പിക്കാൻ തയ്യാറായില്ല. സെക്കൻഡ് ലാസ്റ്റ് ഗെയിമിൽ മത്സരത്തിലേക്ക് വരികയും മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് മത്സരത്തിന്റെ ഗതി തിരിക്കുകയും ചെയ്ത താരമാണ് എൻറിക്ക്. ഇത്രയൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഈ താരത്തെ കാർലോ ആഞ്ചലോട്ടി അവഗണിച്ചത്? ബ്രസീലിന്റെ സെന്റർ ഫോർവേഡ് ആയിക്കൊണ്ട് എൻറിക്കിനെ ഉപയോഗപ്പെടുത്താൻ ഇനി കാർലോ ആഞ്ചലോട്ടിക്ക് എന്നാണ് ധൈര്യം വരിക? ഇതാണ് വിനി കസഗ്രാന്റെ പറഞ്ഞിട്ടുള്ളത്. അതായത് എൻറിക്കിനെ ഉപയോഗപ്പെടുത്താത്തതിൽ വലിയ വിമർശനങ്ങൾ അദ്ദേഹം ഇപ്പോൾ ഉന്നയിച്ചിട്ടുണ്ട്. സമീപകാലത്ത് എൻറിക്ക് നല്ല രൂപത്തിൽ കളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സെന്റർ ഫോർവേഡ് പൊസിഷനിൽ ഇനി എൻറിക്കിനെ കളിപ്പിക്കേണ്ട കാലം അതിക്രമിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് വിനി കസഗ്രാന്റെയുടെ ഒരു അഭിപ്രായമായി കൊണ്ടുവരുന്നത്. പക്ഷെ എൻറിക്കിനെ കുറിച്ച് സംസാരിക്കാൻ കാർലോ ആഞ്ചലോട്ടി തയ്യാറായിരുന്നില്ല. വ്യക്തികളെ കുറിച്ച് താൻ സംസാരിക്കില്ല, ടീമിനെ കുറിച്ച് മാത്രമാണ് താൻ സംസാരിക്കുക എന്നായിരുന്നു എൻറിക്കിനെ കുറിച്ച് ചോദിച്ചപ്പോൾ കാർലോ ആഞ്ചലോട്ടിയുടെ മറുപടി. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.